viewers, welcome back to Race Education. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓക്സിഡൈസിംഗ് റിയാക്ഷൻസ് ഇൻ അസിഡിക് മീഡിയം ആണ്. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു ഗുഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അതായത് അസിഡിക് മീഡിയത്തിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് അതൊരു ഗുഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓക്സിഡൈസിംഗ് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. നോക്കാം, നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അയോഡൈഡിനെ എന്താക്കി മാറ്റുന്നു? അയോഡിനായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഫെറസിനെ എന്താക്കി മാറ്റുന്നു? ഫെറിക് ആക്കി മാറ്റുന്നു. ഇനി സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റുന്നു. സ്റ്റാനസിനെ സ്റ്റാനിക് ആക്കി മാറ്റുന്നു. നൈട്രേറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്സിഡൈസിങ് റിയാക്ഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മക്കളെ, അയോഡൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയോഡൈഡ് എന്ന് പറഞ്ഞാൽ I- ആണ്. അപ്പോ I- എന്താക്കിയാണ് മാറ്റുന്നത്? I2 ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, അയോഡിൻ എന്ന് പറഞ്ഞാൽ I2 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, ഫെറസ് എന്ന് പറഞ്ഞാൽ Fe2+ ആണ്. ഈ Fe2+നെ ഫെറിക് ആക്കി മാറ്റുന്നു. അതായത് Fe3+ ആക്കി മാറ്റുന്നു. ഓക്കെ, ഇനി സൾഫൈഡ് എന്ന് പറഞ്ഞാൽ S2- ആണ്. ഈ S2- എന്താക്കിയാണ് മാറ്റുന്നത്? സൾഫർ ആക്കി മാറ്റുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, SN2+നെ എന്താക്കി മാറ്റുന്നു? SN4+ ആക്കി മാറ്റുന്നു. അതായത് സ്റ്റാനസിനെ സ്റ്റാനിക് ആക്കി മാറ്റുന്നു. ഇനി ഇവിടെ നോക്കുക, NO2- എന്താക്കി മാറ്റുന്നു? NO3- ആക്കി മാറ്റുന്നു. അതായത് നൈട്രേറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്സിഡൈസിങ് റിയാക്ഷൻസ് എങ്ങനെയാണ് എഴുതുന്നത്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വളരെ ഈസിയാണ്. നമുക്ക് ഒരു റിയാക്ഷന്റെ മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോ അതിനു മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് അസിഡിക് മീഡിയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തായാലും റിഡക്ഷൻ അല്ലേ സംഭവിക്കുക. ഓക്കെ, നോക്കാം നമുക്ക്. അതായത് മക്കളെ, ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക, അതായത് K2Cr2O7 അല്ലേ. ഓക്കെ, ഇതിന് നമുക്ക് ഡൈക്രോമേറ്റ് അയോൺ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കുക, Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അയോൺ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഈ ഡൈക്രോമേറ്റ് അയോണിന് അസിഡിക് മീഡിയത്തിൽ എന്തായിട്ടാ മാറുന്നേ നോക്കാം നമുക്ക്. അതായത് ഇത് Cr3+ ആയിട്ട് മാറും. മക്കളെ, Cr2O7 ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? അത് എത്രയായിരുന്നു? അത് +6 ആണ്. അതായത് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഈ ക്രോമിയത്തിന് നമ്മൾ X എന്ന് വാല്യൂ ഇട്ട് കൊടുത്താൽ X, അതായത് 2X പ്ലസ് എന്തായിരുന്നു? -2 × 7 = എന്താ? -2. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അതായത് 2X പ്ലസ് എന്താണ്? -14 അല്ലെ. -14 = എന്താണ്? -2 ആണ്. ഓക്കെ, അപ്പോ Xന്റെ വാല്യൂ എന്താ കിട്ടുക? Xന്റെ വാല്യൂ +6 ആണ് കിട്ടുക. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യല്ലേ. ഇനി നോക്കുക നിങ്ങൾ, +6 എന്തായിട്ടാ മാറിയത്? +6 +3 ആയിട്ട് മാറി. അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. റിഡക്ഷൻ സംഭവിച്ചു. അതായത് ഇതൊരു ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പോ എന്തായിട്ട് മാറുന്നു എന്ന് ശ്രദ്ധിക്കണം. Cr2O7 അസിഡിക് മീഡിയത്തില് Cr3+ ആയിട്ട് മാറുന്നു. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 നിന്ന് +3 ആയിട്ട് മാറുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എല്ലാ റിയാക്ഷൻസും നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റുന്നതാണ്. പിന്നെ ഫെറസ് ഫെറിക്കായി മാറുന്നത്, സൾഫൈഡ് സൾഫർ ആയിട്ട് മാറുന്നത്, സ്റ്റാനസ് സ്റ്റാനിക് ആയിട്ട് മാറുന്നത്, ആൻഡ് ലാസ്റ്റ് നൈട്രേറ്റ് ആയിട്ട് മാറുന്നത്. നോക്കാം നമുക്ക് 1 by 1 ആയിട്ട് ഓരോ റിയാക്ഷൻസും നോക്കാം. ഓക്കെ, അപ്പോ ആദ്യം മക്കളെ, അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റുന്ന റിയാക്ഷൻ നോക്കാലോ നമുക്ക്. ഓക്കെ, അപ്പോ നോക്കുക, I- ഓക്കെ, I- gives എന്താണ്? I2. അയോഡൈഡിനെ I2 ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഇനി നമ്മൾ തൊട്ട് മുൻപ് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, Cr2O7 എന്തായിട്ടാണ് മാറുന്നത്? Cr3+ ആയിട്ടല്ലേ മാറുന്നത്. ഓക്കെ, Cr3+ ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇവിടെ നോക്കുക,
ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ്, ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷന്റെ കേസിൽ മാത്രമേ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടത് വരുള്ളൂ. ബാക്കിയൊന്നും നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ മാത്രം ബാലൻസ് ചെയ്യണം, ഇവിടെ ഒന്നും ബാലൻസ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ I2 അല്ലെ, 2 അയോഡിൻ ഉണ്ട്. അപ്പൊ ഇവിടെയോ നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? ഓക്കെ, 2I മൈനസ് ഗിവ്സ് എന്താണ്? I2. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, 2 ക്രോമിയം ഉണ്ട്. ഇവിടെയോ 1 ക്രോമിയം അല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ Cr2 ആണ്. അപ്പൊ നമ്മൾ 2Cr3+ നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഓരോന്നിന്റെയും ഓക്സിഡേഷൻ നമ്പറിന്റെ ചേഞ്ച് മനസ്സിലാക്കണം. അതായത് ഇവിടെ എന്താണ്? അയോഡിൻ എന്ന് പറഞ്ഞാൽ -1 അല്ലേ. ഓക്കെ, അയോഡിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഓക്കെ, അപ്പോ അയോഡിൻ ആയി മാറിയാൽ എന്താണ്? 0 അല്ലേ. ഓക്കെ, അപ്പൊ -1 0 ആയിട്ട് മാറി. ഓക്സിഡേഷൻ നമ്പർ കൂടുകയല്ലേ ചെയ്തത്, അതായത് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. -1 0 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത് അല്ലെ, ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെ, ഡൈക്രോമേറ്റ് അയോൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ അയോഡൈഡിനെ അയോഡിൻ ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ, ഓക്സിഡേഷൻ ആണ് അവിടെ സംഭവിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെയുള്ള ഓക്സിഡേഷൻ നമ്പറിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. നോക്കുക മക്കളെ, -1 0 ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്പൊ നിങ്ങൾ പറയും യെസ് 1 ആണ് എന്ന് പറയും. അങ്ങനെ ചാടിക്കേരി 1 എന്ന് പറയാൻ പാടില്ല. കാരണം ഇവിടെ എത്ര അയോഡൈഡ് ഉണ്ട്? 2 അയോഡൈഡ് ഉണ്ട് അല്ലെ. അപ്പൊ 2 × -1 അല്ലേ വരിക. ഓക്കെ, അപ്പോ -2 0 ആയിട്ടാ വരിക. അതായത് ഡിഫറൻസ് എത്രയാ വരിക? 2 ആ വരിക. ഡിഫറൻസ് എത്രയാ വരിക? 2 ആണ് ഡിഫറൻസ് ആയിട്ട് വരിക. അത് നമ്മൾ നേരെ എഴുതി കൊടുക്കുക കേട്ടോ. ആ ഡിഫറൻസ്, ഓക്സിഡേഷൻ നമ്പറിലുള്ള ഡിഫറൻസ് നമ്മൾ നേരെ എഴുതി കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്. ഇനി ഇവിടെ നോക്കുക, Cr2O7 2- അല്ലെ. അപ്പൊ ക്രോമിയത്തിന്റെ ഇവിടെയുള്ള ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +6 ആണ്. പക്ഷേ നിങ്ങൾ ചാടിക്കേരി എന്താണ്? +3 എന്ന് ഇവിടെ ഇട്ട് കൊടുക്കാൻ പാടില്ല അല്ലെ. ഇവിടെ +6, ഇവിടെ +3, 6 എന്ന് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട് അല്ലെ. അപ്പൊ +12 ആ വരിക, +12 ആണ് വരിക. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട് അല്ലെ. ഒരു ക്രോമിയത്തിന്റെ +6 ആണ്, സോറി +3 ആണ്. അപ്പൊ 2 ക്രോമിയം എന്ന് പറഞ്ഞാൽ +6 ആണ്. ഓക്കെ, അപ്പൊ നോക്കുക +6 ആണ്. അപ്പൊ ഇവിടെ +12ഉം +6ഉം ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. ആ ഡിഫറൻസ് നേരെ എഴുതി കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? നേരെ ക്രോസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നേരെ ക്രോസ് ചെയ്ത് കൊടുക്കുക. അതായത് 2 എന്ന നമ്പർ കൊണ്ട് നമ്മൾ നേരെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മൊത്തത്തിൽ ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ 2 കൊണ്ട് തൊട്ട് താഴെയുള്ള ഇക്വേഷൻ നമ്മൾ ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച്, റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് എഴുതി കൊടുക്കാം. ഓക്കെ, നോക്കാം നമുക്ക്. ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് 6 നോക്കണേ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് 1 ആയിട്ട് പറയാം, ഇതെന്താണ് 3 ആയിട്ട് പറയാലോ. ജസ്റ്റ് നമുക്കൊന്ന് ചുരുക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഈ 3 കൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻസ് മൊത്തത്തിൽ ഇൻറ്റു ചെയ്ത് കൊടുക്കാം. ഈ 1 കൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഇക്വേഷനും ഇൻറ്റു ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ 3 × 2 ദാറ്റ് ഈസ് 6 അല്ലേ വരിക. ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഈ 3 × 2 വന്നാൽ 6I- അല്ലേ വരിക. ഓക്കെ, അപ്പൊ 6I-. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് എഴുതണം. അപ്പൊ ഇവിടെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല. ഓക്കെ, ഇനി നോക്കുക. ഇനി ഇവിടെ തൊട്ട് താഴെയുള്ള Cr2O7 2- അല്ലേ. ഓക്കെ, അത് നമ്മൾ 1 കൊണ്ടാണ് ഇൻറ്റു ചെയ്ത് കൊടുക്കേണ്ടത്. സോ Cr2O7 2- അതേപോലെ തന്നെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോ Cr2O7 2- അതേപോലെ തന്നെ എഴുതി കൊടുക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ. ഓക്കെ, നിങ്ങൾ ചെറിയൊരു സ്പേസ് വിട്ടിട്ട് ഇവിടെ ഒരു ആരോ ഇട്ട് കൊടുക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ആൾക്കാരും കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിലുള്ള ആളാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ എന്താണ്? I2 അല്ലെ. അപ്പൊ 3 × I2. ഓക്കെ, 3I2 പ്ലസ് എന്താണ് വരിക? ഓക്കെ, 2Cr3+ വരും. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞല്ലോ. ഇനി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജന്റെ എണ്ണം നോക്കുക. നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓക്സിജന്റെ എണ്ണം നോക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ഉണ്ട് അല്ലെ. 7 ഓക്സിജൻ ഉണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ 7 ഓക്സിജൻ ഉണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുക നിങ്ങൾ. റൈറ്റ് സൈഡിൽ ഓക്സിജൻ ഉണ്ടോ? ഇല്ല. റൈറ്റ് സൈഡിൽ ഓക്സിജനേ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി എത്ര ഓക്സിജൻ നമുക്ക് വേണം റൈറ്റ് സൈഡിൽ?
7 ഓക്സിജൻ വേണം അല്ലെ. ലെഫ്റ്റ് സൈഡിൽ 7 ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഓക്സിജനേ ഇല്ല. അപ്പൊ നമുക്ക് 7 ഓക്സിജൻ എവിടെ വേണം? റൈറ്റ് സൈഡിലും വേണം. അപ്പൊ എത്ര ഓക്സിജൻ വേണോ അത്രയും വാട്ടർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കുക. അപ്പോ 7 H2O നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി 7 H2O ആഡ് ചെയ്ത് കൊടുത്താൽ അവിടെ ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ആയി. പക്ഷേ അവിടെ ഹൈഡ്രജന്റെ എണ്ണം എത്രയായിട്ട് മാറി? എന്താണ് 7 into 2 that is 14 ഹൈഡ്രജൻ ആയിട്ട് മാറി അല്ലെ. അപ്പോ റൈറ്റ് സൈഡിൽ 14 ഹൈഡ്രജൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? 14 H+ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അത്രയും H+ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ 14 ഹൈഡ്രജൻ ഉണ്ട്, സോ നമ്മൾ ഇവിടെ 14 H+ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് മക്കളെ ഇക്വേഷൻ. അസിഡിക് മീഡിയത്തിൽ എന്തായിട്ട് മാറുന്നു? അയോഡൈഡ് അയോഡിനായിട്ട് മാറുന്ന റിയാക്ഷൻ ആണിത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതേ മെത്തേഡിൽ ബാക്കി എല്ലാ റിയാക്ഷൻസും നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ജസ്റ്റ് ആ കൺവേർഷൻ മാത്രം ആരെന്തായിട്ട് മാറുന്നു എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഫെറസ് ഫെറിക് ആയിട്ട് മാറുന്നതല്ലേ. ഓക്കെ, അപ്പൊ നോക്കുക മക്കളെ, അതായത് Fe2+ എന്തായിട്ടാ മാറുന്നത്? Fe3+ ആയിട്ടാ മാറുന്നത്. ഇനി വേഗം നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കുമല്ലോ. ഓക്കെ, ഇനി Cr2O7 2- എന്തായിട്ടാ മാറുന്നത്? 2Cr3+ ആയിട്ടാ മാറുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ ഓക്സിഡേഷൻ നമ്പറിന്റെ ഡിഫറൻസ് നോക്കാം. 2ഉം എന്താണ് 3ഉം അല്ലേ ഉള്ളത്. ഓക്കെ, +2ഉം +3ഉം എത്ര ഡിഫറൻസ് വരിക? 1 അല്ലേ വരിക. ഓക്കെ, നേരെ നമ്മൾ ഇട്ട് കൊടുക്കുക 1. ഇനി ഇവിടെ എത്രയായിരുന്നു ഡിഫറൻസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ആണെന്ന്. ഓക്കെ, 6 ആണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കൊടുത്താൽ പോരെ അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കൊടുക്കുക. ഈ 6 കൊണ്ട് ഈ ഇക്വേഷനും ഈ 1 കൊണ്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻഡു ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ചും റൈറ്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഒരുമിച്ച് എഴുതി കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ എത്രയാ വരിക? 6 Fe2+ പ്ലസ് എന്തായിരുന്നു? Cr2O7 2- അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ആൾക്കാരും നമ്മൾ എഴുതിയല്ലോ. തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇടുക, ആരോ ഇടുക. റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് എഴുതുക. 6 Fe3+. ഓക്കെ, പ്ലസ് എന്തായിരുന്നു? 2Cr3+. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? H2O എണ്ണം നോക്കണം. ഇവിടെ എന്താണ്? ലെഫ്റ്റ് സൈഡില് എത്ര H2O ഉണ്ട്? ലെഫ്റ്റ് സൈഡില് നോക്കുക, 7 ഓക്സിജൻ ആണുള്ളത്. അപ്പൊ 7 H2O നമുക്ക് വേണം. ഓക്കെ, റൈറ്റ് സൈഡിൽ എത്രയെങ്കിലും ഓക്സിജൻ ഉണ്ടോ? ഇല്ല. സോ ഇവിടെ 7 എന്താണ്? ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമുക്ക് 7 H2 അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. 7 H2 ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി 7 H2 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഹൈഡ്രജൻ വേണം? ഓക്കെ, ഇവിടെ 14 ഹൈഡ്രജൻ വേണം നമുക്ക്. 14 H+ വേണം നമുക്ക്. ഓക്കെ, ഇതാണ് ഫെറസിനെ ഫെറിക് ആക്കി മാറ്റുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ അതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? അടുത്തത് എന്തായിരുന്നു മക്കളെ? നോക്കാം നമുക്ക്. അതായത് നമ്മൾ ഫെറസിനെ ഫെറിക് ആക്കി മാറ്റി. ഇനി എന്തായിരുന്നു? സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റുന്നു നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ സൾഫൈഡ് എന്ന് പറഞ്ഞാൽ S2- ഈ S2- സൾഫർ ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാ തൊട്ട് മേലെ എഴുതിയ പോലെ തന്നെ Cr2O7 2- ഗീവ്സ് എന്തായിരുന്നു? 2Cr3+. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഓക്സിഡേഷൻ നമ്പറിന്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക മക്കളെ, എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ എന്താ? സൾഫർ 0 അല്ലേ വരിക? 0 ആണ് വരിക. ഇവിടെ എന്താ? -2 അല്ലേ വരിക? -2 അല്ലേ വരിക? ഇവിടെ എന്തായാലും 6 ആ വരിക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര? -2 0 ആയിട്ട് മാറി. അതായത് ഓക്സിഡേഷൻ അല്ലേ സംഭവിച്ചത് അല്ലെ. ഓക്സിഡേഷനാണ് സംഭവിച്ചത്. ഇവിടെ +2 +3 ആയിട്ട് മാറി. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടി അല്ലെ. അതായത് ഓക്സിഡേഷനിൽ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? -2 0 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എത്രയാണ് മക്കളെ? 2 അല്ലേ ഡിഫറൻസ് വരിക. ഓക്കെ, അപ്പൊ 2 ആണ്. ഓക്കെ, നിങ്ങൾ ഇതാ ചെയ്താൽ മതി. അതായത് വലുതെന്ന് ചെറുത് കുറച്ചാൽ മതി. അങ്ങനെയല്ലേ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാം. അറിയാം, മാത്സിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നേരെ നമ്മൾ ഇതാ സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കുക. ഇത് 1, ഇതെന്താണ്? 3. ഓക്കെ, ഇനി നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കൊടുക്കുക. ഈ 3 കൊണ്ട് ഈ ഇക്വേഷനും ഈ 1 കൊണ്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇൻഡു ചെയ്ത് കൊടുക്കാലോ. ഓക്കെ, ഇനി നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ആൾക്കാരെയൊക്കെ ഒരുമിച്ച് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോ എങ്ങനെയാ നമ്മൾ എഴുതി കൊടുക്കുക? ശ്രദ്ധിക്കുക. 3S2- പ്ലസ് എന്തായിരുന്നു? Cr2O7 2- ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക, അതിന്റെ ഒരു ആരോ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് റൈറ്റ് സൈഡിലെ ആൾക്കാർ 3S അല്ലെ. 3S പ്ലസ് എന്തായിരുന്നു?
2 Cr3+, 2 Cr3+. ഓക്കെ, കഴിഞ്ഞു. ഇനി നമ്മൾ വാട്ടറിന്റെ എണ്ണം, എത്ര വാട്ടർ ആഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കണം അല്ലെ. ഓക്കെ, ഇവിടെ എത്ര ഓക്സിജൻ ആണ്? 7 ഓക്സിജൻ ആണ് അല്ലെ. അപ്പോ ഇപ്പുറത്ത് ഓക്സിജൻ ഇല്ല, റൈറ്റ് സൈഡിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 7H2 ആഡ് ചെയ്ത് കൊടുക്കണം. 7H2 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 7H2 ആഡ് ചെയ്ത് കൊടുത്തപ്പോ ഇവിടെ 14H+ നമ്മൾ ഇപ്പുറത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. 14H+ നമ്മൾ ഇപ്പുറം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി മക്കളെ ചില റിയാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഏത് കൺവേർഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അവിടെ എന്ത് മാത്രമേ വ്യത്യാസം വരുള്ളൂ? അവിടെ വ്യത്യാസം വരുള്ളൂ? ഈ ഓക്സിജന്റെ എണ്ണത്തിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾക്ക് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പൊ 7 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജനേ ഇല്ല, അതുകൊണ്ട് നമ്മൾ 7H2 ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോ നോക്കുക, ഇവിടെ ഇപ്പം ഒരു 10 ഓക്സിജൻ ഉണ്ടെന്ന് വിചാരിക്കാം, ഇവിടെ ഒരു 10 ഓക്സിജൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു 5 ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 5H2 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്സിജൻ ഇനി എത്രയാണോ വേണ്ടത് അത്രയും H2 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിനനുസരിച്ചിട്ട് H+ ഇപ്പുറം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഏത് കൺവേർഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. ഇനി അടുത്ത് നോക്കുക, നമ്മൾ സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കി അല്ലെ. ഇനി അടുത്ത എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സ്റ്റാനസിനെ സ്റ്റാനിക് ആക്കി മാറ്റുന്നതല്ലേ. ഓക്കെ, അപ്പൊ സ്റ്റാനസ് എന്ന് പറഞ്ഞാൽ SN2+ എന്താക്കി മാറ്റി? SN4+ ആക്കിയിട്ടല്ലേ മാറ്റിയത്. ഓക്കെ, Cr2O7 2- എന്തായിട്ട് മാറുന്നു? Cr3+ ആയിട്ടാണ് അസിഡിക് മീഡിയത്തിലായിട്ട് മാറുന്നത്. ഓക്കെ, നേരെ നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു. ഇനി എന്തായിരുന്നു? ഡിഫറൻസ് അല്ലെ, ഓക്സിഡേഷൻ നമ്പറിന്റെ ഡിഫറൻസ്. ഇവിടെ +2 ആണ്, ഇവിടെ +4 ആണ്. അപ്പോൾ എന്താണ് ഡിഫറൻസ്? 2 ആണ്. ഇവിടെ എത്രയാ വരിക? 6 ആ വരിക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്ക് ചെയ്യാം. ഇവിടെ 1ഉം ഇവിടെ 3 അല്ലേ വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താണ്? 3 SN2+ എന്താ? Cr2O7 2- ഗിവ്സ് എന്താണ് വരിക മക്കളെ? റൈറ്റ് സൈഡിലെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് എഴുതുക. 3 SN4+ എന്തായിരുന്നു? എന്തായിരുന്നു? 2 Cr3+. ഓക്കെ, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? 7 ഓക്സിജൻ ഉള്ളത് കൊണ്ട് നമ്മൾ +7H2 ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 7H2 ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? 14H+ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ലാസ്റ്റ് നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഇക്വേഷൻ അല്ലേ. ഓക്കെ, അതും ഇതേപോലെ എഴുതാം. NO2- എന്താക്കിയാ മാറ്റുന്നത്? NO3- ആക്കിയിട്ടല്ലേ മാറ്റുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക, Cr2O7 2- എന്തായിട്ട് മാറുന്നു? 2 Cr3+ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യാം. ഇനി ഓക്സിഡേഷൻ നമ്പർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. NO2- നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. NO2- അല്ലേ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ X ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ X+ എന്താണ്? -2 × 2 = 1. ഓക്കെ, അപ്പൊ X = -4 = 1. അപ്പൊ X എന്താണ്? +3. ഇങ്ങനെ നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഓക്കെ, അപ്പൊ നൈട്രജന്റെ ഇവിടെ NO2- നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരുന്നു? അത് +3 ആയിരുന്നു. ഓക്കെ, ഇനി NO3- ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക? ഇവിടെ 3 ആയതുകൊണ്ട് -6 ആ വരിക. അപ്പൊ -6 = 1 ആ വരിക. അപ്പോ +5 അല്ലേ വരിക. ഓക്കെ, അപ്പോ ഇവിടെയുള്ള ഓക്സിഡേഷൻ നമ്പർ എത്രയായിരുന്നു? 5 ആണെന്നാ വരിക. ഓക്കെ, ഇനി ഡിഫറൻസ് നോക്കുക മക്കളെ. എത്ര ഡിഫറൻസ്? +3 +5 ആയിട്ട് മാറി, ഓക്സിഡേഷൻ സംഭവിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ 2 എന്നാണ് കിട്ടുക. ഇവിടെ എന്താ? 6 ആണ്. നേരെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാലോ. ഇത് 1ഉം ഇതെന്താണ്? 3ഉം ആയിട്ട് നമുക്ക് പറയാം. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് എഴുതി കൊടുക്കാലോ നമുക്ക്. ഓക്കെ, നോക്കുക മക്കളെ. അതായത് നോക്കുക, 3 നോക്കുക. ഓക്കെ, 3 NO2- എന്താണ്? Cr2O7 2- gives, റൈറ്റ് സൈഡിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് എഴുതുക. 3 NO3- +2 Cr3+. ഓക്കെ, ഇനി എത്ര വാട്ടർ ആഡ് ചെയ്യണമെന്ന് നോക്കിയാൽ മതി. 7 ഓക്സിജൻ ഉണ്ട്. സോ ഇപ്പുറത്ത് ഓക്സിജൻ എത്രയുള്ളത് നോക്കുക. ഓക്കെ, ഇവിടെ എത്ര ഓക്സിജൻ ഉള്ളത് നോക്കുക കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കുക മക്കളെ. അതായത് 3 × എത്രയായിരുന്നു? 2
എത്രയായിരുന്നു 6 അല്ലെ. അപ്പൊ 6 പ്ലസ് എന്താണ് 6 പ്ലസ് 7. ഓക്കെ, 6ഉം 7ഉം ആണ് വരിക അല്ലെ. അപ്പൊ 6ഉം 7ഉം ആണെങ്കിൽ എന്താ 13 ഓക്സിജൻ അല്ലേ ഉണ്ടാവുക അല്ലെ. 3 into 2 എത്രയാ 3 into 2. ഓക്കെ 6. ഓക്കെ, ഇവിടെ എത്ര ഓക്സിജനാ വരുന്നത് 7 ഓക്സിജനാ വരുന്നത്. അപ്പൊ 6 plus 7 എത്രയാ കിട്ടുക 6 plus 7 എത്ര ഓക്സിജൻ ആണ് കിട്ടുക? ഓക്കെ, എത്ര മക്കളെ ഓക്സിജൻ കിട്ടുക 13 ഓക്സിജൻ അല്ലേ കിട്ടുക. ഓക്കെ, ഇവിടെ 13 ഓക്സിജൻ ആണുള്ളത്. ഇനി ഇപ്പുറം നോക്കി എത്രയുണ്ടെന്ന് എത്രയാണ് 9 ഓക്സിജൻ ആണുള്ളത്. ഇനി നമുക്ക് എത്ര വേണം? ഇനി എത്ര വേണം മക്കളെ നോക്കുക നിങ്ങൾ. ഇനി എത്ര വേണം 4 ഓക്സിജൻ കൂടി വേണം അല്ലെ. നമുക്ക് എത്ര വേണ്ടത് 4 ഓക്സിജൻ കൂടി വേണം. അപ്പോ നമ്മൾ 4 H2 ആഡ് ചെയ്ത് കൊടുക്കുക. 4 H2O നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 4 H2O നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെ നോക്കുക എത്ര H പ്ലസ് 4 into 2 അതായത് 8 H പ്ലസ് വേണം അല്ലെ. അപ്പൊ പ്ലസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക പ്ലസ് 8 H പ്ലസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇവിടെ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്, കാരണം ഓക്സിജന്റെ എണ്ണം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് ഇവിടെ ഓക്സിജന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 3 into 2 എത്രയാ 6. ഓക്കെ, ഇനി എന്തായിരുന്നു 7 അല്ലെ. 6 plus 7 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു 13 ആണ് അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 13 ഓക്സിജൻ ഉണ്ട്. ഇനി റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 3ഉം 3ഉം എത്രയായിരുന്നു 9 ഓക്സിജൻ ആണുള്ളത് അല്ലെ. അപ്പൊ 9 ഓക്സിജൻ ആണുള്ളത്. ഇനി എത്ര ഓക്സിജൻ കൂടി വേണം? 4 ഓക്സിജൻ കൂടി വേണം. അപ്പൊ നമ്മൾ 4 H2O നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ എത്ര H2O ഉണ്ട്? ഇവിടെ 4 into 2 അതായത് 8 H പ്ലസ് നമുക്ക് വേണം. സോ നമ്മൾ 8 H പ്ലസ് ഇപ്പുറം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും ഓക്സിഡൈസിങ് റിയാക്ഷൻസ് ആണ് മക്കളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ ഒരു ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.